വെൽക്കം ബാക്ക് ടു ബി വെൽക്കം ടു ബി വ്ലോഗ്. അപ്പം ഞാൻ ഇന്ന് സാറ്റർഡേ, അപ്പം ഞാൻ സാറ്റർഡേ ആയതുകൊണ്ട് ഇവിടെ മുംബൈയിൽ നല്ല ഫേമസ് ആയിട്ടുള്ള മഹാലക്ഷ്മി ടെമ്പിളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരക്കുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം തന്നെ സമയം 1 മണിയൊക്കെ ആയി, 1 മണിയായി തോന്നുന്നു. അപ്പം എന്തായാലും നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ഇവിടെ വടപ്പാവിൻ്റെ ഷോപ്പാണ്. ഈ കുഞ്ഞി കളി ഞാൻ ആക്ച്വലി പണ്ട് ചെറുപ്പത്തിൽ പോയതാ, പിന്നെ ഞാൻ പോയിട്ടില്ല. ഈ അമ്പലത്തിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതില്ലേ, ബീച്ചിൻ്റെ അടുത്താണ് അമ്പലം. കണ്ടോ, പൂവൊക്കെ ഉണ്ട്, താമരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചപ്പലൂരി വെക്കാന്ന് ചേച്ചി സമ്മതിച്ചു. അപ്പോൾ ഞാനിവിടെ ചപ്പലൂരി വെച്ച് പൂവും വാങ്ങിയിട്ട് ഞാൻ പോവാണേ. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ പോയതാന്ന് തോന്നുന്നു ഇവിടെ. അതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല കേട്ടോ. നല്ല ഒച്ചമ്പലുള്ളതാണ് ഇവിടെ ഉള്ളത്. ഞാൻ കാണിച്ചു ടിവിയുടെ മുഖമൊക്കെ ആയിട്ടുള്ള ഇത് വല്ല വഴിപാടിന് വേണ്ടിയിട്ടായിരിക്കും. എനിക്കറിയില്ല എന്താ സംഭവം. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ഇവിടെ കുറെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. ചെരുപ്പ് ഇവിടെ വെക്കാൻ പറ്റുമായിരുന്നു, ഞങ്ങൾ അവിടെ വെച്ചു. ഇവിടെ ജെന്റ്സും ലേഡീസും മാറി മാറി പോണല്ലോ. ഇവിടെ ആക്ച്വലി വീഡിയോ എടുക്കാൻ പാടില്ല, ഉള്ളിൽ ഫോൺ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അപ്പം ഞാൻ പുറത്താണ് ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പം പുറത്ത് പോകാൻ ഉള്ളിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ താഴെ പോകാൻ പറ്റും. താഴെ പോയി കഴിഞ്ഞാൽ നല്ല കടല് കാണാം, പക്ഷെ പോകാൻ പറ്റില്ല. നല്ല മഴയാണ്. ഞാൻ കാണിച്ചത് നല്ല മഴയാണ്. ദൈവമേ, സ്ലിപ്പ് ആവണമുണ്ട്. ഇവിടെ താഴെ ഹനുമാന്റെ ക്ഷേത്രമുണ്ട്. താഴെ പോയി കഴിഞ്ഞാൽ ഭയങ്കര മഴ. ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്തൊരു മഴയാണ്. ഈ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം ഹനുമാന്റെ അവിടേക്ക് പോകാൻ. സ്ഥലത്ത് ഇറങ്ങി വന്നത് താഴെ ഈ അമ്പലം കാണുന്നില്ല, ഇതാണ് ഹനുമാന്റെ അമ്പലം. ഇവിടെ താഴെത്തോ മഹാലക്ഷ്മി മുകളിലായിരുന്നു, പക്ഷെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ സ്റ്റെപ്പിൽ കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ താഴെ ഹനുമാന്റെ അമ്പലമാണ്. ഇപ്പം ഞാനിവിടെ മഴ ആയതുകൊണ്ട് ഫുള്ള് നനഞ്ഞു. ഇവിടെ പുതിയ ബ്രിഡ്ജ് വരാൻ പോവാണേ, അതിന്റെ പണി നടക്കുക. ഇത്രയും മഴ ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഇന്നലെയൊക്കെ മഴ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല മഴയാണ്. പക്ഷേ ഇപ്പോൾ ഇന്നലെ അത്രയും മഴ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നല്ല മഴ. ഇനിയിപ്പോൾ ഈ മഴ കുറഞ്ഞിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോകാൻ. ചായ കുടിച്ച് അതുവരെ ഇരിക്കട്ടെ. നല്ല ചൂട് കാപ്പി വന്നിട്ടുണ്ട് കേട്ടോ. മഴയത്ത് ചൂട് കാപ്പി കുടിക്കാൻ നല്ല രസമല്ലേ. ഞാൻ അങ്ങനെ ചൂട് കുടിക്കാറില്ല. എനിക്ക് സംഭവം കയ്യിൽ ചൂടായിട്ട് കിട്ടണം, പക്ഷെ ഞാൻ അങ്ങനെ ചൂട് കുടിക്കാറില്ല. അത് ടേസ്റ്റ്. ഇത് അങ്കിളുടെ കുഞ്ഞു കടയാണ്, പാവം. ഇവിടെയാണ് പുള്ളിയുടെ വീടൊക്കെ. വീടും ഇവിടെ ഫുഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ തോന്നുന്നു. ഇവിടെ ഒരു കുഞ്ഞു ചായക്കട ഇട്ടിട്ടുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ. കണ്ടോ, കല്യാണമൊക്കെ നടന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം ഇതാ എൻ്റെ ഐഫോൺ ആക്ച്വലി ചാർജ് ആവുന്നില്ല. അപ്പോൾ അതെന്താണെന്നൊന്ന് നോക്കാൻ ആപ്പിൾ സ്റ്റോർ വരെ ഒന്ന് പോവുക. നല്ല മഴയുണ്ട്. എന്താണ് രാവിലെ പ്രശ്നം, രാവിലെ ഉണ്ടായിരുന്ന ഇഷ്യൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലഗിൻ്റെ വല്ല ലൂസ് കണക്ഷൻ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ എന്തോ. ഞാൻ വിചാരിച്ചു അങ്ങനെ കാര്യമാക്കില്ല, കാരണം അങ്ങനെ അമ്പലത്തിൽ പോയല്ലോ, അമ്പലത്തിൽ പോകേണ്ടതായതുകൊണ്ട് അധികം നോക്കിയില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോഴും ചാർജ് ആവുന്നില്ല. കുത്തിവെച്ച് കിടന്നുറങ്ങി. എണീറ്റപ്പോഴും ഞാൻ 8% ചാർജ് ചെയ്യാൻ വെച്ചത്. എണീറ്റപ്പോഴും 8% ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചാർജ് വാങ്ങി കുറച്ചിപ്പോൾ 21% ആക്കിയിട്ടുണ്ട്. ഇനി അവിടെ പോണ വരെ ചാർജ് വേണം, എന്നാലും ഞാൻ വീഡിയോ എടുക്കും. കുറേ ഞാൻ വീഡിയോ ഇടാം.
അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്, നല്ല നല്ല രസമുണ്ട് ഡ്രൈവിനൊക്കെ പോകാൻ. അപ്പോൾ നമ്മുടെ ജിയോ പ്ലാസ ഇവിടെ മറ്റേ ലക്ഷറി സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ കിട്ടൂ. അപ്പം അംബാനിൻ്റെ മോൻ്റെ കല്യാണം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാനുള്ള എൻട്രി, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം അംബാനിയുടെ മോൻ്റെ കല്യാണം ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഗൈസ്. വാട്ട് ഈസ് ദിസ്? അംബാനി കേട്ടിട്ട് വല്ല കൊല്ലോ. അംബാനിൻ്റെ കല്യാണം ആയതുകൊണ്ട് ഫുള്ള് റീറൂട്ട് ചെയ്തിരിക്കുക, എവിടെയും പോകാനുള്ള സ്ഥലമില്ല. ഫുള്ള് അവിടെ ഇവിടെയൊക്കെ സ്ഥലം ഇതാക്കി നിർത്തിയിരിക്കുകയാണ്. ഇതെന്താണ്? അംബാനി കല്യാണം കഴിക്കുമ്പോൾ അംബാനിയുടെ മോൻ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റില്ല. വാട്ട് ഇസ് ദിസ്? ഈ മോളിൽ വന്ന് ആക്ച്വലി നമ്മൾ ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മളാണ് ഏറ്റവും അടിപൊളി തേങ്ങ. ഇവിടെ വന്നാൽ നമ്മളൊക്കെ ഏറ്റവും പിച്ച് കയറുക. അത്രയും നല്ല അടിപൊളി പോഷായിട്ടാണ് ആൾക്കാർ ഇവിടെ വരിക മോളിലേക്ക്. അങ്ങനെ ആപ്പിൾ സ്റ്റോർ എത്തിയിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. സംഭവം ഫസ്റ്റ് ഫ്ലോറിലാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചുമ്മാ ഇവിടെ വന്നപ്പോൾ എല്ലാം കാണിച്ചത്. ഇവിടെ എന്തോ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. ഫ്ലോറിൽ പോയിട്ട് നോക്കാൻ ആ സംഭവം. അപ്പോൾ ആക്ച്വലി എൻ്റെ അഡാപ്റ്റർ ആയിരുന്നു കേട്. ഞാൻ താഴെ ആദ്യം പോയപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലാണ്, എന്തുണ്ടെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ വേണം പോകാൻ. അപ്പോൾ ഇവിടെ വന്ന് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എടുത്ത് ഈ ചേച്ചി എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്നിട്ടോ. അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പിന്നെ അവർ ചെക്ക് ചെയ്തു. ഞാൻ എൻ്റെ ചാർജർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ചാർജറിന് അഡാപ്റ്ററിനായിരുന്നു ഇതാണ് പ്രശ്നം പറ്റി. അപ്പോൾ ഇത് അഡാപ്റ്റർ ഞാൻ വാങ്ങിച്ചു. എത്രയായി? ഇതായി 1900 എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇതേ എനിക്ക് ഞാൻ പറഞ്ഞു തന്നപ്പോഴേക്കും ഫോണിൻ്റെ സ്പേസ് പോയി, സ്റ്റോറേജ് തീർന്നു. അപ്പോൾ സംഭവം വാങ്ങി ഞാൻ താഴെ വന്നു. ഇതേ മോളിൽ ചുമ്മാ എന്തായാലും വന്നാലേ അപ്പോൾ മോളൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് മോള് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്തോ ഒരു ഇവൻ്റ് ഒക്കെ ഉണ്ട്. അതെ ഒരു കുട്ടി പാട്ട് പാടുന്നു. ചെറിയൊരു വിഷമമുണ്ട് പൈസ പോയില്ലേ. സാരല്ല. എന്താ ഇത് ഈ ചേച്ചി മറ്റേ നമ്മൾ ഇവിടെ പോലെയല്ലേ, എന്താ അവരുടെ പേര്, പ്രേമലൂരിലുള്ള പാട്ട് പാടുന്ന മീനാക്ഷി. പെറ്റ്സെല്ലവിടാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ടീരയുടെ ഡയൽ ടു വിൻ. അപ്പോൾ ഞാനിത് ചോദിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആദ്യം ടീരയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് അത് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ആക്ച്വലി ടീരയുടെ പ്രൊഡക്റ്റ് ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്കും പിന്നെ ഐലൈനറും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. ഇതവിടെ കുറേ ഫേസിന് വേണ്ടിയുള്ള ഫൗണ്ടേഷനും കൺസീലേഴ്സൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊരു വലിയ ഷോറൂമാണ്, ഞാൻ കാണിച്ചു തരാം. കെ ബ്യൂട്ടി, ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് ബ്രോസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ തിരയുന്ന ഒന്നും വാങ്ങാണ്ട് തിരിച്ചു വരുന്നിരിക്കുന്നു. തൽക്കാലം മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു പിറ്റ്ബുൾ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. സംഭവങ്ങളൊക്കെ വാങ്ങി ഞാൻ മോളൊക്കെ കറങ്ങി. അപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അടുത്ത വീഡിയോ എടുത്തവരിക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.